ഹലോ, ഞാൻ റിജി ജോസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദ പേഴ്സൺ CCT മാനുവൽ 2024 എന്ന ഈ ബുക്കിനെ കുറിച്ചുള്ള വീഡിയോസ്. നമ്മൾ ഫസ്റ്റ് തന്നെ പറയുന്നത് ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം, സിലബസ്, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പോൾ ദയവേത് ചെക്ക് ചെയ്ത് നോക്കണം. ഇപ്പം നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത് CCT പേപ്പർ 1 ജനറൽ സ്റ്റഡീസിൽ ചാപ്റ്റർ 2 കെമിസ്ട്രി, ജനറൽ സയൻസിൽ കെമിസ്ട്രി ആണ് നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്ന വെച്ചാൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കഴിഞ്ഞ വീഡിയോ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ അപ്ലോഡ് ചെയ്തേക്കണതിൽ ഇപ്പം എന്താ പറയുക, നമ്മുടെ വീഡിയോ നമ്മൾ ചെയ്തേക്കുന്നത് ഇപ്പം നിങ്ങൾക്കറിയാം സ്ക്രീനിൽ ഈ ഒരു ലെവലിലാണ് നമ്മൾ വീഡിയോ നമുക്ക് വാച്ച് ചെയ്യാൻ സാധിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തേക്കുന്നത് ഈ ഒരു ലെവലിലാണ്. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ വീഡിയോയിൽ ജസ്റ്റ് കാണിക്കണമെന്നുള്ളൂ. അപ്പം ഈ ഒരു രീതിയിൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തേക്കുന്നത് അത്ര കംഫർട്ടബിൾ അല്ല. അപ്പം അതിന് ദയവ് ചെയ്ത് നിങ്ങൾ ക്ഷമിക്കണം എന്ന് പറയാനാവുള്ളൂ. ഞാൻ കുറെ നോക്കി ഇതിപ്പോൾ എങ്ങനെ വന്നെന്നുള്ളത്. പക്ഷെ ആ രീതിയിൽ നമുക്ക് വീഡിയോ ചെയ്യേണ്ടി വന്നു. ഇനിയും അങ്ങനെ തന്നെ ആ ഒരു സ്റ്റൈലിൽ തന്നെ പോകുമെന്ന് എനിക്കറിയില്ല. എന്തായാലും നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മളത് ടൈപ്പ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നമ്മുടെ വീഡിയോയിൽ വന്നുപോയ മിസ്റ്റേക്ക്. അപ്പം അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം. പിന്നെ വീഡിയോസ് കണ്ടിന്യൂ ചെയ്യുന്ന വീഡിയോ ആണ്, തുടർച്ചയായ വീഡിയോ ആയതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഇത് പറയുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ പറ്റിയ തെറ്റായതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. നമ്മൾ സ്ഥിരം അങ്ങനെ പറഞ്ഞു പോകാറുണ്ട് മിസ്റ്റേക്കുകളൊക്കെ വന്നാൽ. അവർക്കൊന്നും ദയവേത് മനസ്സിലാക്കാം. നിങ്ങളിപ്പോൾ ആ വീഡിയോ വാച്ച് ചെയ്യുമ്പോൾ, കഴിഞ്ഞ വീഡിയോ വാച്ച് ചെയ്യുമ്പോൾ മൊബൈല് നമ്മൾ സാധാരണ മൊബൈൽ യൂസ് ചെയ്യുമല്ലോ, അതിൽ നിന്നും വ്യത്യാസമായിട്ട് ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ മൊബൈൽ യൂസ് ചെയ്ത് വീഡിയോ വാച്ച് ചെയ്യേണ്ടി വരും. അപ്പം അതൊക്കെ ഒന്ന് ദയവേത് ശ്രദ്ധിക്കുക. അപ്പം ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ വീഡിയോ ചെയ്തതിൻ്റെ ബാലൻസ് ഭാഗമാണ് ഓർസോ സോഡിയം. ഈ സൈഡിലുള്ള ടോപ്പിക്സ് ഉണ്ട്, ഓർസോ പൊട്ടാസ്യം, അങ്ങനെ കുറേ ടോപ്പിക്സ് വരുന്നുണ്ട്. അപ്പം അതിന് ശേഷം നമുക്ക് കെമിക്കൽ ഫോർമുലാസ്, കെമിക്കൽ സിമ്പിൾസ് നോക്കാം. ഓർസോ സോഡിയം നോക്കാം. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ ഇതുവരെ കുറേ വീഡിയോ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ആദ്യമായിട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലത്തെ രീതിയിൽ വീഡിയോ നമുക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യേണ്ടി വന്നത്. ഇതിനു മുന്നൊക്കെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ ഈ രീതിയിലൊന്നും അധികം വന്നിട്ടില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമ്മൾ അത്യാവശ്യം വീഡിയോസൊന്നും എല്ലാം സാധാരണ രീതിയിൽ തന്നെ ലെവലിലുള്ള വീഡിയോ തന്നെയാണ് എല്ലാവരും. പിന്നെ നിങ്ങൾക്കത് വായിക്കാനും മറ്റൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ടാണ് നമ്മളിത് എടുത്ത് പറയാൻ കാരണം. എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞതാണ്. എന്നാലും നമ്മൾ ഒരിക്കൽ കൂടി പറയണ്, നമ്മുടെ വീഡിയോസിലെ പോരായ്മകൾ, അതുപോലെ തന്നെ എന്താ പറയാ, തെറ്റുകൾ, കുറവുകളൊക്കെ എന്തായാലും വരാൻ സാധ്യതയുണ്ട്. അപ്പം ക്ഷമിക്കുക. അത്രേ എനിക്ക് നിങ്ങളോട് എല്ലാ വീഡിയോസിലും പറയാനുള്ളൂ. ഈ വീഡിയോയിൽ മാത്രമല്ല. അപ്പം നിങ്ങളുടെ ഒരു സഹകരണമാണ് എന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും. യൂട്യൂബ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു പോവാറുണ്ട്. പിന്നെ നിങ്ങൾക്കത് സഹായമായിരിക്കും നമ്മളെല്ലാ കാര്യങ്ങളും അത്യാവശ്യം പറഞ്ഞ് സെറ്റ് ചെയ്ത് പോകുന്നത്. അപ്പോൾ നമുക്ക് അവസാനിപ്പിക്കാം. നമുക്ക് പറയാം ഓർസ് ഓഫ് സോഡിയം. The ores of sodium are 1 albite soda, feldspar, NaAlSi3O8, 2 rock salt, sodium nitrate, NaCl, 3 chili salt, pitri, sodium nitrate, NaNO2, 4 glabose salt, sodium sulfate, Na2SO4, 10H2O, and 5 borax, sodium borate, Na2B4O7, 10H2O. The ores of sodium are 1 albite soda, feldspar, NaAlSi3O8, 2 rock salt, sodium nitrate, NaCl, 3 chili salt pitri, sodium nitrate, NaNO2,
4 glabose salt, sodium sulfate, Na2SO4, 10H2O, and 5 borax, sodium borate, Na2B4O7, 10H2O. ഓർസോ സോഡിയത്തിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ദയവേത് ക്ഷമിക്കാം. ഓർസോ സോഡിയം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ഓർസോ പൊട്ടാസ്യം. ഓർസോ പൊട്ടാസ്യം are 1 potassium feldspar, potassium aluminium silicate, K2O, Al2O3, 6SiO2, 2 Silvine potassium chloride, KCl, and 3 caranelite potassium magnesium chloride, KCl, MgCl2, 6H2O. The orso potassium are 1 potassium feldspar, potassium aluminium silicate, K2O, Al2O3, 6SiO2, 2 Silvine potassium chloride, KCl, and 3 caranelite potassium magnesium chloride, KCl, MgCl2, 6H2O. 3 caranelite potassium magnesium chloride, KCl, MgCl2, 6H2O. 3 caranelite potassium magnesium chloride, KCl, MgCl2, 6H2O. ഓർസോ പൊട്ടാസ്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തത് ഞാൻ ആൽക്കലീസും കൂടി പറയാനുണ്ട്. Alkalis. Alkali refers to the 6 chemical elements that are known as the alkali metals. Alkali refers to the 6 chemical elements that are known as the alkali metals: lithium, sodium, potassium, rubidium, cesium, and francium. Alkali refers to the 6 chemical elements that are known as the alkali metals: lithium, sodium, potassium, rubidium, cesium, and francium. The periodic table has these elements in its group 1. Compounds of alkali metals rank among the most common and rare, the most useful of all chemicals. Each year, millions of tons of alkali metal salts coming from mines and wells are used by industries. Sodium and potassium salts are raw materials used for making sodium hydroxide and potassium hydroxide. These compounds are used in making glass, paper, soap, and textiles, in refining petroleum, and in preparing leather. The word alkali comes from the Arabic word al-kuli, meaning plant ashes. Plant ashes were the first source of alkali metal compounds. The word alkali comes from the Arabic word al-kuli, meaning plant ashes. Plant ashes were the first source of alkali metal compounds. Alkali refers to the 6 chemical elements that are known as the alkali metals: lithium, sodium, potassium, rubidium, cesium, and francium. The periodic table has these elements in its group 1. Compounds of alkali metals rank among the most common and are the most useful of all chemicals. Compounds of alkali metals rank among the most common and are the most useful of all chemicals. Each year, millions of tons of alkali metal salts coming from mines and wells are used by industries. Sodium and potassium salts are raw materials used for making sodium hydroxide and potassium hydroxide. These compounds are used in making glass, paper, soap, and textiles, in refining petroleum, and in preparing leather. The word alkali comes from the Arabic word al-kuli. The word alkali comes from the Arabic word al-kuli, meaning plant ashes.
Plant ashes were the first source of alkali metal compounds. The word alkali comes from the Arabic word al-kuli, meaning plant ashes. Plant ashes were the first source of alkali metal compounds. ആൽക്കലീസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്ക് നോക്കാം. ഇനി നമുക്ക് പറയാനുള്ളത് കെമിക്കൽ ഫോർമുലാസ്, കെമിക്കൽ സിംബൽസ്. In order to discuss the nature of chemical reactions, certain basic facts about the chemical symbols. In order to discuss the nature of chemical reactions, certain basic facts about the chemical symbols. Nomenclature and the writing of formulas must first be understood. All substances are made up of some combination of atoms of the chemical elements. Rather than full names, scientists identify elements with one or two letter symbols, some common elements, and their symbols are carbon, C oxygen, O nitrogen, N hydrogen, H chlorine, Cl sulfur, S magnesium, Mg aluminum, Al copper, Cu silver, Ag gold, Au and iron, Fe. In order to discuss the nature of chemical reactions, certain basic facts about the chemical symbols, nomenclature and the writing of formulas must first be understood. All substances are made up of some combinations of atoms of the chemical elements. Rather than full names, scientists identify elements with one or two letter symbols. Some common elements and their symbols are carbon, C oxygen, O nitrogen, N hydrogen, H chlorine, Cl sulfur, S magnesium, Mg aluminum, Al copper, Cu silver, Ag gold, Au and iron, Fe. Most chemical symbols are derived from the letters in the name of the element, most often in English but sometimes in German, French, Latin or Russian. The first letter of the symbol is capitalized and the second, if any, is in lowercase. Symbols for some elements known from ancient times come from earlier, usually Latin names. For example, Cu from cuprum, copper, Ag from argentum, silver, Au from aurum, gold, and Fe from ferrum, iron. The same set of symbols is used universally while referring to chemicals. The symbols are written in Roman letters regardless of the language being used. Most chemical symbols are derived from the letters in the name of the element, most often in English but sometimes in German, French, Latin or Russian. The first letter of the symbol is capitalized and the second, if any, is in lowercase. Symbols for some elements known from ancient times come from earlier, usually Latin names. For example, Cu from cuprum, copper, Ag from argentum, silver, Au from aurum, gold, and Fe from ferrum, iron. The same set of symbols is used universally while referring to chemicals. The symbols are written in Roman letters regardless of the language being used. Symbols for the elements may be used merely as abbreviations for the name of the element, but they are used more commonly in formulas and equations to represent a fixed relative quantity of the element. Often that symbol stands for one atom of the element. Atoms, however, have fixed relative weights called atomic weights, so the symbols often stand for one atomic weight of the element. Symbols for the elements may be used merely as abbreviations for the name of the element, but they are used more commonly in formulas and equations to represent a fixed relative quantity of the element. Often the symbol stands for one atom of the element. Atoms, however, have fixed relative weights called atomic weights,
So the symbol often stands for one atomic weight of the element. കെമിക്കൽ ഫോർമുലാസ്, കെമിക്കൽ സിമ്പിൾസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് പറയാനുള്ളത് കെമിക്കൽ ഫോർമുലാസ്. An individual atom can be represented by the symbol of the element with the charge and mass of the atom indicated when appropriate. However, most substances are compound in that they are composed of combinations of atoms. The formula for water H2O indicates that 2 atoms of hydrogen are present for every atom of oxygen. An individual atom can be represented by the symbol of the element with the charge and mass of the atom indicated when appropriate. However, most substances are compound in that they are composed of combinations of atoms. An individual atom can be represented by the symbol of the element with the charge and mass of the atom indicated when appropriate. However, most substances are compound in that they are composed of combinations of atoms. However, most substances are compound in that they are composed of combinations of atoms. The formula for water H2O indicates that 2 atoms of hydrogen are present for every atom of oxygen. The formula shows that water is electrically neutral and also indicates because the atomic weights are H equal 1.01, 0 equal 16.00, that 2.02 unit weights of hydrogen will combine with 16.00 unit weights of oxygen to produce 18.02 unit weights of water because the relative weights remain constant. The weight units can be expressed in pounds, tons, kilograms, or any other unit so long as each weight is expressed in the same unit as the other two. Similarly, the formula for carbon dioxide is CO2, for gasoline C8H8, for oxygen O2, and for candle wax CH2. The subscripts in each case with A1 understood if no subscript is given show the relative number of atoms of each element in the substance. CO2 has 1 C for every 2 OS and CH2 has 1 C for every 2 Hs. But why write O2 and C8H8 rather than simply O and C4H9, which show the same atomic and weight ratios? Experiments show that atmospheric oxygen consists not of single atoms O, but of molecules made up of pair of atoms O2. Molecules of gasoline consist of carbon and hydrogen ratios C8 and H8 rather than any other combinations of carbon atoms and hydrogen atoms. Experiments show that atmospheric oxygen consists not of single atoms O, but of molecules made up of pairs of atoms O2. Molecules of gasoline consist of carbon and hydrogen ratios of C8 and H8 rather than any other combinations of carbon atoms and hydrogen atoms. The formulas of atmospheric oxygen and gasoline are examples of molecular formulas. Water consists of H2O molecules and carbon dioxide consists of CO2 molecules. Thus, H2 and CO2 are molecular formulas. Candle wax CH2, on the other hand, is not made up of molecules each containing 1 carbon atom and 2 hydrogen atoms. It actually consists of very long chains of carbon atoms, with most of the carbon atoms bonded to 2 hydrogen atoms in addition to being bonded to 2 neighboring carbon atoms in the chain. Such formulas, which give the correct relative atomic composition but do not give the molecular formula, are called empirical formulas. It actually consists of very long chains of carbon atoms
with most of the carbon atoms bonded to two hydrogen atoms in addition to being bonded to two neighboring carbon atoms in the chain. Such formulas which give the correct relative atomic composition but do not give the molecular formula are called empirical formulas. It actually consists of very long chains of carbon atoms with most of the carbon atoms bonded to two hydrogen atoms in addition to being bonded to two neighboring carbon atoms in the chain. Such formulas which give the correct relative atomic composition but do not give the molecular formula are called empirical formulas. All formulas that are multiples of simpler ratios can be assumed to represent molecules. The formulas N2H2, H2O2 and C2H6 represent nitrogen gas, hydrogen peroxide and ethane. However, formulas that show the simplest possible atomic ratios must be assumed to be empirical unless evidence exists to the contrary. The formulas NaCl and Fe2O3, for example, are empirical. The former represents sodium chloride, table salt, and the later iron oxide rust, but no single molecules of NaCl or Fe2O3 are present. All formulas that are multiples of simpler ratios can be assumed to represent molecules. The formulas N2H2, H2O2 and C2H6 represent nitrogen gas, hydrogen peroxide and ethane. However, formulas that show the simplest possible atomic ratios must be assumed to be empirical unless evidence exists to the contrary. The formulas NaCl and Fe2O3, for example, are empirical. The former represents sodium chloride, table salt, and the later iron oxide rust, but no single molecules of NaCl or Fe2O3 are present. കെമിക്കൽ ഫോർമുലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മുടെ വീഡിയോയുടെ അവസാനിപ്പിക്കാൻ നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യുന്ന ടോപ്പിക്സ് പറയാം. നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന ജനറൽ സയൻസിൽ കെമിസ്ട്രി, നെയിമിംഗ് ഇൻഓർഗാനിക് കോമ്പൗണ്ട്സ്. ആൽക്കലി മെറ്റൽ കോമ്പൗണ്ട്സ്, കോബാൾട്ട് 60, alkalis in nature. Structural formulas: alkali and water, alkyne earth metals, chemical equations, amalgam, balanced equations, ionic equations. spelling mistake ദയവായി ക്ഷമിക്കുക. acids, bases and salts, weight relations. ഇതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം നമ്മുടെ ക്ലാസ്സിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, ക്ലാസ് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ, എന്തെങ്കിലും രീതിയിലുള്ള തെറ്റുകൾ, ബുദ്ധിമുട്ടുകളൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് ക്ഷമ ചോദിക്കുന്നു. പിന്നെ നമുക്ക് പറയാനുള്ളത്, ഈ ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം, സിലബസ്, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയുടെ റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അതൊക്കെ ദയവേത് ചെക്ക് ചെയ്ത് നോക്കുക, ഒരിക്കലും മറക്കരുത്. പിന്നെ ഈ വീഡിയോയില് നമ്മുടെ സെന്റൻസിന്റെ ലാസ്റ്റ് ഭാഗം നമുക്ക് വേണമെങ്കിൽ ആഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടൈപ്പ് സെറ്റ് ചെയ്ത് വെക്കാം. എന്നാലും നിങ്ങളോട് നേരിട്ട് പറയുന്നതാണ് നല്ലതെന്ന് തോന്നി, അതുകൊണ്ട് പറയുന്നതാണ്. അപ്പൊ ആ കെമിക്കൽ ഫോർമുലാസിന്റെ തന്നെ ഞാനൊന്ന് വായിക്കണേ. An individual atom can be represented by the symbol of the element with the charge and mass എന്നുള്ള ലാസ്റ്റ് സെന്റൻസ് ഉണ്ടല്ലോ. എന്നുവെച്ചാൽ ഒരു സെന്റൻസിന്റെ ഏറ്റവും ലാസ്റ്റ് ഭാഗത്തുള്ളത്. അപ്പൊ അവിടെ ക്ലാരിറ്റി ഇല്ല, നമ്മുടെ ക്യാമറയുടെ ക്ലാരിറ്റി വളരെ കുറവാണെന്ന് തന്നെ പറയേണ്ടി വരും. അപ്പൊ നമുക്ക് മനസ്സിലാവില്ല. അപ്പം ഫസ്റ്റ് നമ്മൾ വായിക്കുന്നത് അത്ര പ്രശ്നമില്ല, ലാസ്റ്റ് എത്തുമ്പോൾ നമുക്കത്ര ക്ലിയർ ആവാത്തൊരവസ്ഥയുണ്ട്. അപ്പൊ അത് ദയവേത് ക്ഷമിക്കണം എന്നുള്ള പ്രത്യേകം പറയാണ്.
കെമിക്കൽ ഫോർമുലാസിലും അതുപോലെ തന്നെ എല്ലാ കെമിക്കൽ ഫോർമുലാസിലും കെമിക്കൽ സിംബൽസ്, കെമിക്കൽ ഫോർമുലാസിലൊക്കെ ആ ഒരു രീതിക്ക് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് പരമാവധി ക്ലാരിറ്റി വരുത്താൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. നമ്മള് പേജസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ ശരിയാവുന്നില്ല. അപ്പം ദയവേത് നിങ്ങൾ സഹകരിക്കണം എന്ന് പറയാനാവുള്ളൂ. ഓൾറെഡി ഞാൻ ആഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടൈപ്പ് സെറ്റ് ചെയ്ത് വെക്കും. എന്നാലും പ്രധാനപ്പെട്ട കാര്യം ആയതുകൊണ്ട് നമ്മൾ പറയണമെന്നുള്ളൂ വീഡിയോയില്. പിന്നെ നമുക്ക് പറയുന്നത് ഈ വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്യുന്നുള്ളതാണ്. അപ്പൊ സോങ്സ് ഒക്കെ മിക്സ് ചെയ്ത് എഫക്ട്സ് ഒക്കെ യൂസ് ചെയ്ത് നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യുക. അപ്പൊ നിങ്ങളുടെ കോൺസെൻട്രേഷൻ എന്തെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ഒരിക്കൽ കൂടി ഞാൻ ആത്മാർത്ഥമായിട്ട് ക്ഷമ ചോദിക്കുന്നു. പിന്നെ നമുക്ക് പറയണത് നമ്മൾ വീഡിയോ എഡിറ്റർ യൂസ് ചെയ്ത് സോങ്സ് ഒക്കെ മിക്സ് ചെയ്ത് കുറെ വീഡിയോസ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഈ ക്ലാസ് ആയിട്ടല്ല, സോങ്സ് മാത്രം നിങ്ങൾക്ക് ആ വീഡിയോയിൽ വാച്ച് ചെയ്താൽ കേൾക്കാൻ പറ്റും. അപ്പം അതൊക്കെ ഒന്ന് നിങ്ങൾ ദയവേത് വാച്ച് ചെയ്യണം. ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടില്ല, കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുള്ളൂ. ഇനി കൂടുതൽ വീഡിയോസ് ചെയ്യാനുള്ള ആഗ്രഹമുണ്ട്. അപ്പൊ ഈ സോങ്സ് മിക്സ് ചെയ്ത വീഡിയോസും നമ്മൾ ഇതുവരെ അപ്ലോഡ് ചെയ്ത എല്ലാ വീഡിയോസും, ഈ CSET ബുക്കിന്റെ എല്ലാ വീഡിയോസും നിങ്ങൾ ദയവേത് വാച്ച് ചെയ്യണം എന്നുള്ളത് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് CSETക്ക് വേണ്ടി നല്ല രീതിയിൽ ഉപകരിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. അപ്പൊ നല്ലൊരു CSET എക്സാം എല്ലാവർക്കും ആശംസിക്കുന്നു. നല്ല വിജയകരമായിട്ടുള്ള CSET എക്സാം ഒക്കെ ജീവിതത്തിൽ നടക്കട്ടെ. എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.